2 സെക്കൻഡ് എന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കിയേ. എന്നെ മാത്രം നോക്കടാ. കള്ളലക്ഷണം ഉണ്ട് അമ്മേ. കണ്ടോ? അവൻ ചെയ്തിട്ടുണ്ട്. അവന്റെ മുഖത്ത് കള്ളലക്ഷണം വരുമ്പോ എനിക്ക് മനസ്സിലാവും. ഞാനത് പറഞ്ഞില്ലേ, ഇവ തന്നെ അത് കളഞ്ഞത്. എനിക്ക് വാഴപ്പിണ്ടി വേണ്ട സങ്കടമാണ്. അത് പോഷക സമൃദ്ധമായ സാധനം ഞാൻ എടുത്ത് കളയോ? എനിക്ക് കളത്തറൊന്നുമില്ല. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് സങ്കടം. അയ്യോടാ, എന്നിട്ട് ഞാൻ വെറുതെ നിന്നെ കുറ്റപ്പെടുത്തി കൊള്ളാം. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. നീ എന്തിനാ സത്യം പറഞ്ഞ അത് കളഞ്ഞ്? മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാനല്ല നിങ്ങൾ ചുമ്മാ നീ പോന്നേ. നീ എന്തിനാ അത് കളഞ്ഞത്? അത് പറ. നീ അല്ലേടാ ഇത് പച്ചക്ക് കടിച്ചെന്നല്ല അമ്മ പറയുന്നത് കേട്ടത്. അത് പിന്നെ ഞാൻ അറിഞ്ഞു അച്ഛമ്മ ഒരു പെട്ടി നിറയെ കുന്തം കൊണ്ടുവരുന്നത്. ഇതെല്ലാ ദിവസം കഴിച്ച് എനിക്ക് മടുത്തു. എന്തായാലും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാന്ന് എനിക്കറിയാവോ അത്? അല്ല അമ്മ, അത് അങ്ങനെ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ആർക്കായാലും മടുക്കും. എന്ന് പറഞ്ഞിട്ടല്ല സാധനം എടുത്ത് വലിച്ചെറിയാ ചെയ്യുന്ന. ആദ്യം ചെയ്തത് തെറ്റാ. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പിന്നെ എന്നും വാഴപ്പിണ്ടി തോരൻ, വാഴപ്പിണ്ടി ജ്യൂസ്, വാഴപ്പിണ്ടി മെഴുക്കോറടി കഴിച്ച് പിന്നെ എനിക്ക് ഭ്രാന്തള. ഞാൻ എടുത്ത് കയറുന്നതാ. കണ്ടല്ലോ, ഇത് തന്നെയാണ് ഇവനാണ്. എന്നിട്ട് ഞാൻ എന്തായാലും എത്ര പേരെ ഞാൻ സംശയിച്ചു. നീ ഇങ്ങോട്ട് വന്നാടാ, ഇങ്ങോട്ട് വന്നാടാ. എടി കഷ്ടപ്പെട്ട എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടെന്നറിയാവോ? ആ വാഴപ്പിണ്ടി കാൽമേലത്തെ ഞാനാ ചോദിച്ചോണ്ട് എന്നിട്ട് ആ ചേമ്പ് കൂട്ടി കിടക്കുന്നത്. ഇച്ചിരി ദണ്ണം ഉണ്ട് കേട്ടോ. അത് 1 2 അച്ഛൻ എന്തിനാ ഒരു അടിച്ച ചെവിക്കല്ലേ ഞാൻ തറപ്പിക്കും കേട്ടാ. മക്കൾ ഇത് തിരിച്ചു. ഇന്ന് എല്ലാ പണി നീ എടുത്തോ. അടിയൊന്നും കൊള്ളണ്ടല്ലോ. ഞാനിപ്പോ തുണി അലക്കിയതല്ലേ ഉള്ളൂ. അത് സാരമില്ല. അങ്ങോട്ട് പുതുക്കി കാണട്ടെ. ചെയ്ത് മക്കൾ മൊത്തമുണ്ടോ? ചെയ്ത് കൈക്കൊണ്ടാകല്ലേ സാധനം. നാറ്റം. അത് കേടായി പോയമ്മേ. ഇത് ഇപ്പൊ നമുക്ക് കൊപ്പരങ്ങാനും ഉണ്ടാക്കാൻ തോന്നുന്നല്ലേ? അത് മതി. നീ അതെടുത്ത് ആ വെയിലത്ത് വെച്ചാൽ മതി. നല്ല തേങ്ങയല്ല മോഹിനി ചേച്ചി പറയിക്കൊണ്ട് പോയി കാണും. അവള് കള്ളി. അച്ഛമ്മ അവള് വന്ന ഇതിനകത്ത് അടിച്ചതിനായിട്ടില്ല അച്ഛമ്മ. ചുമ്മാ കള്ളി. ആൾക്കാർ കേട്ടെന്നാ പറയാ. നോട്ടം കണ്ട അവൾ അവിടെ നോട്ട് ഒളിഞ്ഞു നോക്കുന്നു. എന്നിട്ട് ഈ പേട്ട് തേങ്ങ വേണം ഇവിടെ കറി വെക്കാൻ. നാണം കെട്ടത്. ഇങ്ങനൊന്നും മനുഷ്യനോട് കുത്തുടങ്ങരുത്. അതിലൊക്കെ തിരുന്നോട്ട് കേട്ടാ. ഒരൊറ്റ തേങ്ങ ഇനി പറിക്കാട്ടില്ല. നിന്റെ തലക്കെട്ടിയാ കല്ലിട്ടോടും. മനുഷ്യനെ ഇവിടെ അയൽവക്കത്ത് ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യുന്നോറാ? വേണ്ട വെക്കുന്നോറോ അവളെ ഇങ്ങോട്ട് ആടി. നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. നീ ഇന്നെങ്ങാനും കോർക്കുവാ വേണ്ട. നീ ഇങ്ങോട്ടുണ്ടോ? ഞാൻ കോർക്കാം. വീരച്ചമ്മ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ. ഇങ്ങോട്ട് കൊണ്ടു അവിടെ പിടിച്ച് വലിക്കല. കയ്യിലെല്ലാം കയറി കുത്തൂലേ ഇത്? പിടിക്കട്ടാ. അടിപൊളി. എനിക്ക് ഭയങ്കര കഴിവാ. എനിക്ക് കണ്ടുപിടിക്കുന്നില്ലടി സത്യം. വയസ്സായില്ലേ? വയസ്സായി നിനക്കും. അല്ലെങ്കിൽ സൂചിയിൽ നൂല് ഓർക്കാൻ അങ്ങനെ വയസ്സൊന്നുമില്ല. ചെറിയ പിള്ളേർക്കും ചിലപ്പം പറ്റും. അത് ഞാൻ ചെയ്തു തരണോ? അത് ഞാൻ ചെയ്തു. മധു എന്തായോ എന്തോ വിളിച്ചായിരുന്നാ? ഞാൻ എന്തിനാ വിളിക്കുന്നേ? അച്ഛനെ വിളിച്ചില്ലേ? കൊളാക്കിയിട്ടുണ്ടാവും. കൊളാക്കൊന്നുമില്ല. അവക്ക് അഭിനയിക്കാനെല്ലാം കുറച്ചറിയും. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടക്കുറവുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കൊളാക്കിയിട്ടുണ്ടാവും. ഇതൊന്നും ഇവളിങ്ങനെ ഇരിക്കുന്നത്? അഭിനയിച്ച ക്ഷീണം പിടിച്ചവക്ക്? നിങ്ങൾ എത്തിയോണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. നീ എന്താ ചോദിച്ചാൽ ഇവിടെ അഭിനയിച്ച് ക്ഷീണിച്ചതാണോ? അഭിനയിച്ചാലല്ലേ ക്ഷീണം ഉണ്ടാവുള്ളൂ. പിന്നെ ചേച്ചി എന്തിനാ രാവിലെ ഒരുങ്ങി കെട്ടിപ്പോയ പിന്നെ അഭിനയിച്ചില്ലേ? ഇത് വയ്യടാ, എന്റെ ആവശ്യമൊന്നും വന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛൻ്റെ അടുത്ത് ഈ ചേച്ചിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. എടി അതൊന്നും അല്ല പ്രശ്നം. ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തൊട്ട് കക്കൂസിലായിരുന്നു ഇരിപ്പ്. അയ്യേ എടി അങ്ങനെയല്ല സംഭവം. ഇവക്ക് രാവിലെ തൊട്ട് വയറിളക്കം. ഇവള് ഫുൾ ടൈം കക്കൂസിലായിരുന്നു. അവർക്ക് അഭിനയിക്കാൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് വേറെ പെണ്ണിനെ കൊണ്ടൊന്ന് ഷൂട്ട് ചെയ്തു. ഇവക്ക് എന്നെ ഇത്ര പെട്ടെന്ന് തോറ്റില്ല പിടിച്ചേ? അച്ഛനല്ലേ പറഞ്ഞേ സൗന്ദര്യം വയ്ക്കാൻ വാഴപ്പിണ്ടി കഴിച്ചാൽ അതിന്
ഞാൻ വേവിച്ചും പച്ചയ്ക്കൊക്കെ കുറെ കഴിച്ചു. എന്റെ പൊന്നു ചേച്ചി, വാഴപ്പിണ്ടി അങ്ങനൊക്കെ തിന്നുവാണെ വയറ് മൊത്തം ഇളകി അങ്ങ് പോവില്ലേ? എനിക്ക് ബോധമില്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞ അഭിനയൊന്നും നടന്നിട്ടില്ല അല്ലേ? വെറുതെ ഈ വണ്ടി ഉരുട്ടി പെട്രോൾ അടിച്ച് അവിടം വരെ പോയി, വെറും വേസ്റ്റ്. അങ്ങനെ നീ പറയരുത്. ഇവൾ അഭിനയിച്ചില്ലെങ്കിലും നമ്മുടെ വണ്ടി നല്ല ഗ്രാൻഡ് ആയിട്ട് അഭിനയിച്ചു. ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ അതിനുള്ള പൈസ എന്തോ എടാ കേട്ടോടാ മക്കളെ, ഇനി നിനക്ക് വണ്ടി വിൽക്കാൻ തോന്നുന്നുണ്ടോടാ? ഇനി വണ്ടി വിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. ആ അല്ല, നീ എന്തിനടിച്ചിരിക്കുന്ന? അല്ലമ്മേ, വണ്ടിയെങ്കിലും അഭിനയിച്ചല്ലോ. നായികക്ക് കുറച്ച് ഗ്ലൂക്കോസ് കലക്കി കൊടുക്ക്, ക്ഷീണം കാരണം. വേണ്ട, എനിക്ക് ഒരു സുഖമില്ല. വരാത്ത കക്കൂസിലോട്ടല്ലേ? ആഹാ, ഓ എങ്ങനെയുണ്ട് അച്ഛാ? പെരും നല്ല സുഖം. എന്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കിയേ. എന്റെ കൈ വയ്യെന്ന് പറഞ്ഞപ്പോ മസാജ് ചെയ്യാൻ 2 മക്കൾ. ഇനി കാല് വയ്യെന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യാൻ വേറെ 2 മക്കള്. ഭഗവാനെ, അച്ഛനെ അച്ഛനായിട്ട് കിട്ടിയതാണ് ഞങ്ങളുടെ ഭാഗ്യം. എന്നെ മകനായിട്ട് കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഭാഗ്യം. എന്നെ ഭർത്താവായിട്ട് കിട്ടിയത് നിങ്ങളുടെ അമ്മയുടെ ഭാഗ്യം. നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്നെ അച്ഛനായിട്ട് കിട്ടിയത് എൻ്റെ മക്കളുടെ ഭാഗ്യം. അച്ഛൻ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചിരുന്നില്ലേ? അതുകൊണ്ടാ അച്ഛനോട് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് സ്നേഹം. അതെപ്പോഴും അങ്ങനെ ആയിരിക്കടാ. എൻ്റെ മക്കൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അച്ഛൻ സഹായിച്ചു തന്നിരിക്കും. അങ്ങനെയാണെങ്കിലേ അച്ഛൻ ഞങ്ങളുടെ ഒരാഗ്രഹം കൂടി സഹായിച്ചു തരാൻ പറ്റൂ? ഒന്നല്ല, 1000 ആഗ്രഹം ഉണ്ടെങ്കിലും അച്ഛൻ സഹായിച്ചു തന്നിരിക്കും. ഉറപ്പ്? ഉറപ്പ്, വാക്ക്. എന്നാലേ നമുക്ക് ഇവിടെ ഒരു ഹോം തിയേറ്ററും കൂടെ വേണം അച്ഛാ. എന്തുവാണ് ഇത്? അതൊക്കെ വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലുള്ള സാധനമാ. നമുക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. അച്ഛ, അത് അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല. എല്ലാവരുടെ വീട്ടിലുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലുണ്ടല്ലോ. നിന്റെ ഫ്രണ്ട്സ് എല്ലാം കോടീശ്വരരായിരിക്കും, അതുകൊണ്ടാ. ഇതിന് നിസാര പൈസയുള്ള അച്ഛനൊന്ന് മനസ്സ് നടക്കുന്നേ. എടാ, ഇത് ഞാൻ ഒരു ബ്രോക്കറേജ് പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം പ്രകാശനല്ലേ, അല്ലാതെ കോടീശ്വരനൊന്നും അല്ലല്ലോ. എന്തേ? എല്ലാവരുടെ വീട്ടില് ഇപ്പൊ ഈ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട്, നമ്മൾ ഈ ഉമ്മ. അതുകൊണ്ടാണ് അച്ഛനോടൊന്നും ഒന്ന് പറഞ്ഞത് ഞങ്ങൾ 2 കൂടെ. അച്ഛനെ കൊണ്ട് ഒരു ഗുണം ഇല്ലല്ലോ. എടാ, അവനവനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലേ വാക്ക് പറയാൻ പറ്റുള്ളൂ. ഈ തിയേറ്ററൊക്കെ വീട്ടിൽ പണിത് തരണമെന്ന് ഞാൻ നടക്കുവോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനെ അച്ഛനായിട്ട് കിട്ടിയ നിർഭാഗ്യമായി പോയി. സത്യം. എന്തുവാ നിർഭാഗ്യമായി പോയി അച്ഛനെ പോലെ അച്ഛനെ കിട്ടിയത്. എന്താ പറയാൻ? ഇവിടെ ഇപ്പൊ ഒരു മിനിറ്റ് മുമ്പല്ലേടാ നിങ്ങൾ പറഞ്ഞത് അച്ഛനെ ഇങ്ങനെ അച്ഛനായിട്ട് കിട്ടിയത് ഭാഗ്യമാണെന്ന്? ഒറ്റടിക്കെല്ലാം മാറ്റിയ. അത് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഫസ്റ്റ് സാധനങ്ങൾ തന്നെ കേട്ടാ. ഇനി ഈ വലിയ മോഹമൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മളെ സോപ്പിട്ട് പറഞ്ഞതാ അല്ലേ? വാടി നമുക്ക് പോവാ. കൈവേദന മാറിയിട്ടില്ല, മസാജ് 2 വേറെ ഇല്ല, വിളിച്ചങ്ങോട്ട് തിരുമിക്കുക ഞങ്ങൾ. എടി വിലാസിനിയെ, നീ എന്നാ വിചാരിച്ചിരിക്കുന്നേ? ഞാനേ പാപ്പാടി പുരുഷോത്തമന്റെ ഭാര്യയാണ്. ആ വിമല ഉണ്ടല്ലോ, അവള് 10,000 രൂപയുടെ കണ്ണട മേടിച്ചാ ഞാൻ 20,000 രൂപയുടെ കണ്ണട ഫ്രെയിം മേടിച്ച് നടക്കും. ആ എന്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരുമെന്നാ പറഞ്ഞത്. ഇന്ന് കൊണ്ടുവരും. ഒരു 50,000 രൂപയുടെ കണ്ണട മേടിച്ച് ആ വിമലയുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് അങ്ങോട്ട് നടക്കണം. അവളൊന്ന് കാണട്ടെ. ശരിയടി, ഞാൻ വിളിക്കാം. ഓക്കെ. അച്ഛമ്മ 20,000 രൂപയുടെ കണ്ണട വാങ്ങിച്ചു വെക്കാൻ പോകുന്ന? എന്താ, എനിക്ക് 20,000 രൂപയുടെ കണ്ണട മേടിച്ച് വെക്കാൻ പറ്റേ? എന്താ, ആകാശം ഇടിഞ്ഞു വീഴുവോ? ആകാശം ഇടിഞ്ഞു വീഴൂല, വേണേ അച്ഛമ്മ ഇടിഞ്ഞു വീഴും. ഞാനൊന്നും ഇടിഞ്ഞൊന്നും വീഴൂല. അല്ല, എന്നിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ല 20,000 രൂപയുടെ കണ്ണട കാര്യം പറഞ്ഞപ്പോ? അവനെന്ത് പറയാനോ? അവനെന്നാ എന്റെ അച്ഛനാണോ? അവൻ എന്നെ ഇവിടെ കുറെ
പക്ഷെ അച്ഛമ്മ 20,000 രൂപയുടെ കണ്ണട വെച്ചതിന് സൂപ്പർ ആയിരിക്കില്ലേ? സൂപ്പർ മാത്രമല്ല മോളെ, എന്റെ മുഖത്തോട്ട് വെച്ചാൽ എന്തൊരു പ്രൗഢി ആയിരിക്കും എന്നറിയാം അതൊന്നും. അല്ല ഇത് 20,000 കണ്ണടയാന്ന് എങ്ങനെ നാട്ടുകാരൊക്കെ അറിയും? അതിന് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കും. അച്ഛമ്മ കഴിഞ്ഞുള്ളല്ലേടി ആള്. അച്ഛമ്മ നമ്മുടെ ഭാഗ്യം അല്ലേ? പിന്നെ അച്ഛമ്മക്ക് എന്തൊരു ബുദ്ധിയാ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ലക്ഷറി കാര്യങ്ങളൊക്കെ അച്ഛമ്മയ്ക്ക് മനസ്സിലാകത്തുള്ളൂ. അതെ 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 കറക്റ്റാ. പക്ഷെ എന്റെ കൊച്ചുമക്കൾ അത്ര ലച്ചറി ഒന്നും അല്ല. തരം കിട്ടുമ്പോ എന്റെ കുറ്റം പറയും രണ്ടും കൂടെ കുത്തിയിരുന്നു. അതെന്താ അച്ഛമ്മ അങ്ങനത്തെ ഒരു ടോക്ക്? നമ്മള് കുറ്റം പറയുന്നല്ലോ, നമ്മള് സ്നേഹമുള്ളതല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്നേഹം നമ്മളൊന്നും എപ്പോഴും പാരൊക്കെ അച്ഛമ്മ കിട്ടും അല്ലേടി? അതെ, ഞങ്ങൾ സ്നേഹപ്പാരല്ലേ വെക്കാറുള്ളൂ. എന്തോ രണ്ടും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം? അല്ല അച്ഛമ്മയല്ലേ നമ്മുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. പൊന്നു പോലെ നോക്കും. എന്തോ ഉണ്ടെങ്കിലും അച്ഛമ്മയോട് ഒന്ന് പറഞ്ഞാ പോരെ? ശരിയാ. നമ്മളെ കാർത്തിയാനി വല്യമ്മയുടെ വീട്ടിൽ പോയില്ലേ? അപ്പൊ ഞാനൊരു ഹോം തിയേറ്റർ കാണിച്ചു തന്നില്ല അവരുടെ വീട്ടിൽ ഇരിക്കുന്നത്. ആ സിനിമ കണ്ടതാ? എടി അച്ഛമ്മക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞ മനസ്സിലാത്തുള്ളൂടി. അതെ അതെ, അച്ഛമ്മ ഭയങ്കര അപ്ഡേറ്റഡാ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്നോ, കാർത്തിയാനി വല്യമ്മയുടെ വീട്ടിലുള്ള പോലത്തെ ഒരു സാധനം നമുക്ക് നമ്മുടെ വീട്ടിലും വേണ്ടേ? ഏതാ സിനിമ കൊട്ടയോ? അച്ഛമ്മക്ക് ഇവിടെ അകത്തിരുന്ന് സിനിമ കാണാലോ. അത് നല്ല കാര്യമാണ് മോനെ. അപ്പൊ സെറ്റല്ല. അതിന് പൈസ എവിടുന്ന? പൈസക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ് രണ്ടും കൂടെ. കിട്ടും. അയ്യോ, എനിക്ക് എപ്പോഴും തോന്നി എന്തോ മുന്നോട്ട് കൊണ്ടുവരുവാന്ന്. അല്ലെങ്കിൽ പൈസയുടെ കാര്യം പറഞ്ഞ അച്ഛനും അച്ഛമ്മ എല്ലാം കണക്കാം. ഇപ്പൊ കിട്ടും എന്റെ കയ്യിൽ നിന്ന്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടേ ഹോം തിയേറ്റർ? എനിക്ക് വേണ്ടടാ തിയേറ്റർ. അതും തീറ്റി പോയല്ലോടി, ഇപ്പൊ എന്തോ ചെയ്യും? എനിക്കറിയാമല്ല. എടാ എടാ കൊച്ചേ, നല്ല അങ്ങനെ വഴിക്ക് വാ, നമുക്ക് ഹോം തിയേറ്റർ വാങ്ങിച്ചു വെക്കാം. എത്ര രൂപയാകുന്ന പറഞ്ഞു? രൂപയുടെ ഒരു 25,000-ത്തിനടുത്ത്. നിസാര തുകയല്ലേ ഉള്ളൂ. നിസ്സാരം. ഒരു 12,000 രൂപയാണെങ്കിൽ ഞാനും നോക്കായിരുന്നു. 2,000 രൂപയ്ക്ക് ഒരു ഹെഡ്സെറ്റ് വാങ്ങാനുള്ള ആശയേ ഉള്ളത്. 20,000 രൂപ കൊടുത്തു വെച്ചോ ഇത് ഉണ്ടാക്കാണ്. വേണ്ട വേണ്ട, എനിക്ക് തിയേറ്റർ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടിയാണോ? ഇവിടെ നാളെ കെട്ടിപ്പോവും, ഞാൻ വേറെ അങ്ങോട്ടേലും പോകും. അച്ഛമ്മ കഴിഞ്ഞ സിനിമ കാണാലോ അതിനകത്ത്. വേണ്ട, എന്നാലും അത്രയും രൂപയ്ക്കുള്ളതൊന്നും നമുക്ക് മേടിക്കണ്ട. സ്വന്തം വീട്ടിൽ ഇരുന്ന് സിനിമ ആണ് അന്തസ്സൊന്നും വേറെ. അച്ഛമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് ഇത് കാണാൻ ഒക്കില്ല. നിന്റെ അമ്മ പിന്നെ ഒരു പണി എടുക്കൂല, പിന്നെ അതിന്റെ മുമ്പിൽ നിന്ന് എഴുതക്കത്തുമില്ല. വേണ്ട അമ്മ കേറ്റണ്ട, നമുക്ക് പുറത്തുനിന്ന് പൂട്ടാ AC ഒക്കെ ഫിറ്റ് ചെയ്ത് ആ റൂമൊക്കെ സെറ്റ് ആക്കി തരാം ഞാൻ. AC ഒക്കെ വെക്കാം അതിനകത്ത്. തിയേറ്ററിൽ ഇരുന്ന് കാണും. അച്ഛമ്മയുടെ സ്വന്തം തിയേറ്റർ, സരസ്വതി തിയേറ്റേഴ്സ്. അച്ഛമ്മ ലാസ്റ്റ് ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് എന്നാ? എടാ അത് എത്രയോ നാൾക്ക് മുമ്പാ. ആ പ്രകാശം എന്നെ കൊണ്ടുപോയതാ. പിന്നെ അവൻ പോകും, എന്നെ കൊണ്ടുപോകത്തൊന്നുമില്ല എന്നെ. അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് പോവാറുണ്ട്, നമ്മളൊന്നും അറിയാതെ. അതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരുങ്ങി പോണത് വെളിയിലേക്ക്. അല്ല ചെക്കപ്പിനൊന്നും പോകുന്നല്ല, പടം കാണാം. രാത്രി 9:30 കഴിഞ്ഞ എവിടെ ചെക്കപ്പ്? തിയേറ്റർ വാങ്ങാൻ ഞാനും വരട്ടെ? തിയേറ്റർ വാങ്ങാൻ വരണ്ട, അത് അവര് നമ്മളെ ഓർഡർ കൊടുത്താൽ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് തരും. അതെ. ഓർഡർ എങ്ങനെ കൊടുക്കൂടാ? ഓർഡർ അച്ഛമ്മ കാശ് തരാൻ റെഡി ആണെങ്കിൽ ഞാൻ സാധനം സെറ്റ് ചെയ്യാം. ഞാൻ നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ വരാം. തിയേറ്റർ വാങ്ങാനിട്ട്. എടാ അത് മുങ്ങിയതാടാ. ഏറ്റം തോന്നുന്നു. നീ മണ്ടൻ അച്ഛനെ പോലെ. കണക്ക് കൂട്ടലൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഒരു കാൽക്കുലേറ്റർ എന്തായാലും വാങ്ങണം. ഇങ്ങനെ പോയാൽ കുടുംബത്തിന്റെ കണക്കോട്ടല് മൊത്തം തെറ്റും. നിങ്ങളുണ്ടെങ്കിൽ കണക്കൂട്ടൽ മാത്രമൊന്നല്ല, ഈ കുടുംബത്തിലെ താളം തന്നെ തെറ്റും. ഞങ്ങളല്ല താളം തെറ്റിക്കാൻ പോകുന്നത്. അമ്മയുടെ അമ്മായിയും ഇല്ല, അച്ഛമ്മ, ഞങ്ങളുടെ അച്ഛമ്മ. അമ്മ എന്താ ചെയ്തേ? അമ്മ ഇതൊന്നും അറിയുന്നില്ല. അമ്മ ഇങ്ങനെ കുത്തിക്കുറിച്ചിരുന്നോ? എന്റെ അമ്മ, ഞങ്ങൾക്കറിയാം അമ്മ ഈ ചിട്ടിയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീട് ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് നോക്കുന്നേന്നുള്ളത്. എന്നിട്ടാണല്ലോ നിങ്ങളൊന്നും ജോലിക്ക് വേണ്ടി കൂടി ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരിക്കുന്നു. ജോലിക്ക് പോകുന്നില്ലെന്നല്ലേ ഉള്ളു. ഞങ്ങളുടെ കയ്യിൽ വല്ല ആർഭാട ഷോ എന്തെങ്കിലും ഞങ്ങൾ കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോ ഇവിടെ ആരാ ആർഭാടം കാണിച്ചേ? ഇവിടെ ചിലരുടെയൊക്കെ ഷോ. എന്റെ പൊന്നോ, 20,000 രൂപയുടെ കണ്ണാടിയാണ് വാങ്ങിച്ച് കണ്ണലോട്ട് വെക്കാൻ പോകുന്നത്. അത് മോൻ വാങ്ങിച്ചു കൊടുക്കുന്ന കേട്ടത്. അതെ. ആര്? അച്ഛമ്മ. അത് അമ്മയുടെ പൈസ ഒക്കെ മേടിക്കുന്നില്ല, അതിനെന്നാ? അതിപ്പോ എങ്ങനെ അച്ഛമ്മയുടെ പൈസ ആവുക? അതിന്റെ പകുതി വരുന്ന പെൻഷൻ അച്ഛന്റെ പെൻഷൻ, ബാക്കി ഇവിടുന്ന് മാങ്ങയും തേങ്ങയൊക്കെ വിറ്റ് വിടുന്ന പൈസയല്ലേ. അത് നമുക്കും ഇല്ല അവകാശം. അതുകൊണ്ട് അമ്മ ഇങ്ങനെ കുത്തി കുറച്ച് മിണ്ടായിരിക്കാതെ അതൊക്കെ പോയി ചോദിക്കണം. എനിക്കങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. നീ ആദ്യം PSC എഴുതി പാസ്സായി സർക്കാർ ജോലി വാങ്ങിയിട്ട് ഈ സ്വത്തെല്ലാം എഴുതി വാങ്ങിയിട്ട് നമുക്ക് ചോദിക്കാം. അതിനൊരു മര്യാദയുണ്ട്. അത് ഈ അടുത്ത കാലത്ത് നടക്കാൻ പോണില്ല. അങ്ങനെ ഒരു വർത്താനം.
എടാ നീ PSC എഴുതി ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല, ഉള്ളത് പറയാലോ. ഇവിടെ ഇപ്പൊ PSC ആണോ നമ്മൾ സംസാരിക്കാൻ വന്നത്? അല്ലല്ലോ. അല്ല. ആ അമ്മ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി പോകും സരിതയുടെ പേരിലുണ്ട്. അപ്പൊ അമ്മ അനുഭവിച്ചോളും, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഒരു കാര്യം അറിഞ്ഞു, ഞങ്ങൾ വന്ന് പറഞ്ഞു, ഇനി ബാക്കി കയ്യില്ല അമ്മയുടെ കയ്യില്ല, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, അച്ഛനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. 20,000 രൂപ അച്ഛനാണ് മുടക്കുന്നത്. അതിന് അച്ഛനിടുന്ന 20,000 രൂപ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അറിയേണ്ട ഭാര്യമാരുടെ ചുമതലയാണോ? അമ്മ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അല്ല, അറിയുന്നുണ്ടോ? അത് അമ്മയും മകനും അല്ലേ, അതിനെന്നാ? ഇങ്ങോട്ട് നോക്കിയേ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നോക്കുന്നതല്ലേ അല്ലേ? അത് എൻ്റെ അടുത്ത് നടക്കൂല പൊന്നു മക്കളെ, നിങ്ങളുടെ മനസ്സിലങ്ങ് വെച്ചാ മതി. മാറിക്കേ. കുത്തിത്തിരിപ്പ് കേട്ടൂടി. ഇതിനെയൊക്കെ കുത്തിത്തിരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്തോ പറയാ ഞാൻ. ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടി ഇത് തന്നെ ഞാൻ പോയി പോയി. ദേ, ഒരു കുടുംബത്തിന് ഇങ്ങനെ നന്നാക്കാൻ നോക്കുമ്പോ എനിക്ക് ഇങ്ങനത്തെ പേരൊക്കെ കേൾക്കണം. ഇനി എന്തൊക്കെ പേര് ഞാൻ കേൾക്കേണ്ടി വരും അല്ലേടി? അതെ. നീ സ്വത്ത് മുതലെല്ലാം കണ്ടിട്ടാണ് ഇടിയിരിക്കുന്നേ? ഞാനൊന്നും കണ്ടിരിക്കുന്നതല്ല. എനിക്കെന്തിനും സ്വത്തും മുതലും ഇവക്കെന്തിനും സ്വത്തും മുതലും. ഞങ്ങൾക്ക് എന്തിനാണ്? പിന്നെ എന്തിനാ നീ ഇത്ര ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്കില്ലാത്ത ടെൻഷനാന്നല്ലോ നിനക്ക്. എടാ നമ്മളെ അമ്മയ്ക്ക് വേണ്ടിട്ടല്ലേടാ ഈ പറയണത്. അല്ല, എനിക്ക് വേണ്ടിട്ട് എന്റെ മക്കൾ സംസാരിക്കണം എന്നില്ല, എനിക്ക് സംസാരിക്കാൻ അറിയും. ആണല്ലോ, ഞങ്ങൾ സംസാരിക്കണ്ടല്ലോ. ആ ഓക്കെ, അത് കേട്ടാ മതിയേ. പക്ഷെ ഇതിന് മറുപടി ഞാൻ സംസാരിക്കത്തില്ല, അമ്മയോട് ഞാൻ ചോദിക്കത്തേ ഇല്ല. ചോദിക്കണ്ടോ? ഞാൻ ചോദിക്കത്തില്ല. ചോദിക്കണ്ടോ? I don't care. അമ്മ പോയി കുടുംബത്തിന്റെ ചിട്ടയൊക്കെ നോക്കുന്നതാണോ നമുക്ക്? എന്തോ ഉടായ്പ എനിക്ക് മണക്കുന്നുണ്ട്. എന്തുടാ എന്റെ പൊന്നു ദൈവമേ, എന്തുടായിപ്പ്! ഈ ലോകത്തൊരു നന്മ ചെയ്യാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. കള്ള ലക്ഷണം 2 എണ്ണത്തിന് മുഖത്ത് ഇങ്ങനെ എഴുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് അമ്മയ്ക്ക് അതേ മുഖം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളുടെ മുഖത്ത് അങ്ങനെ തോന്നുന്നത്. അതെയാ? അത് ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. ആണോ? ഇപ്പൊ കേട്ടില്ലേ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. വേറെ വഴിയുണ്ട്, വാ. ഞാൻ മാത്രമേ ആലോചിക്കുന്നുള്ളൂ, നീ കൂടെ വല്ല ആലോചിക്കുന്നത് എന്ത് കഷ്ടം. ആലോചിക്കല്ലേ? എന്നാ ആലോചിച്ചിട്ട് പറ. നീ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടല്ലേ നിനക്ക് കുറച്ചൊക്കെ വേദന എടുക്കണം. എന്ത് പറ്റടി? ഒരു അബദ്ധം പറ്റിപ്പോയി അച്ഛമ്മ. എന്തുവോ? അച്ഛമ്മ, അമ്മ അവിടെ ചക്ക പഴുപ്പിക്കാൻ വെച്ചേ ഇവൻ ആരെയും കാണാണ്ട് വെട്ടിപ്പൊളിച്ച് തന്നെ ഇരുന്ന് തിന്നു. കണ്ട ഇപ്പൊ ചക്ക വിളിഞ്ഞിനൊക്കെ ആക്കി മുഖത്തൊക്കെ ആക്കി വെച്ചിട്ട്. നീ കട്ടിനാൻ പോയിട്ടല്ലടാ ഇങ്ങനൊക്കെ പറ്റിയത്? ഇതാ 20,000 രൂപയുടെ കണ്ണട, തുറന്നു നോക്ക്. ഇത്ര പെട്ടെന്ന് എത്തിയാ? എടാ, അമ്പിളി അമ്മാവനെ പിടിച്ചോണ്ട് പറഞ്ഞാൽ പോലും ഞാൻ പറന്നത് പിടിച്ചോണ്ട് വരും. എന്റെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാൻ മേലേടാ ചക്കരക്കുട്ട. ഇന്ന് അമ്പിളി അമ്മാവനെ പോയി പിടിച്ചു തരുമോ? രാത്രി ആവട്ടറാ, നിനക്ക് ഞാൻ അമ്പിളി അമ്മാവനെ പിടിച്ച് പുഴുങ്ങി നിന്റെ വായിൽ വെച്ച് തരും കേട്ടോ. അച്ഛമ്മന് എപ്പോഴും ഈ കണ്ണാട വെച്ചോണ്ടായിരിക്കല്ലേ നടപ്പൊക്കെ? നടപ്പ് മാത്രമല്ല, ഇരിപ്പും കിടപ്പും ഒക്കെ ഇത് വെച്ചോണ്ട് തന്നെയാ. എന്നാലൊന്ന് സൂക്ഷിച്ചോ, 20,000 രൂപയുടെ കണ്ണാടിയല്ലേ. ഈ കണ്ണട വെച്ചിട്ട് ഒരു പോട്ടം പിടിച്ചെന്റെ ഗ്രൂപ്പിലൊന്ന് ഇട്ട് കൊടുക്കണം, പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. പോട്ടമല്ല, ഫോട്ടോ. മക്കളെ എങ്ങനെ ഉണ്ടടാ? നോക്കിയേ, അച്ഛമ്മ കാണാൻ നല്ലതല്ലേ? കണ്ണട അസലായിട്ടുണ്ട്, സൂപ്പർ. അപ്പൊ എന്നെ കാണാൻ കൊള്ളൂല? ഓ, സൂപ്പർ ആയിട്ടുണ്ട്. ഈ തമാശയൊക്കെ പറയുന്നത് കൊള്ളാം, സൂക്ഷിച്ചോണം. 20,000 രൂപയാണ്. താഴെ ഇടരുതേ. ഇതൊന്നും ഞാൻ താഴെ ഇടൂലടാ. സന്തോഷമായി. പിള്ളേരെടുക്കാതെ എവിടെങ്കിലും കൊണ്ട് ഭദ്രമായിട്ട് വെക്കണം. ഈ കണ്ണട നിന്ന് എടുത്ത് കളിക്കരുത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, പോടാ. ഇത് 20,000ന്റെ ഗുമ്മൊന്നും കാണുന്നില്ലല്ലോ ഈ കണ്ണടയ്ക്ക്. അമ്മേ, കൂട്ടുകാരികളെല്ലാം അറിയിച്ചോ? അതൊക്കെ എപ്പോഴേ അറിയിച്ചു. അതേതായാലും നന്നായമ്മേ. ഇത്ര വലിയ പൈസയുടെ ഫ്രെയിം എല്ലാം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കാഴ്ച അധികം കിട്ടും. കിട്ടും. എന്താ എനിക്കും ഒന്ന് മേടിച്ചിട്ടിടണം. നീ എത്ര വലിയ കണ്ണട മേടിച്ചു വെച്ചാലും നിന്റെ കണ്ണിന് കാഴ്ച കിട്ടാലും നിന്റെ മനസ്സിനാ കാഴ്ച കിട്ടേണ്ടത്.